1000 കണ്ണിയിൽ എത്തിയിട്ടുണ്ട്. സുമംഗലി പൂജയിൽ എൻ്റെ ശത്രുവായി ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവളെ ഒന്ന് നേരിട്ട് കാണാതെ പറ്റുമോ? എൻ്റെ ഒരു വിളി കാത്തിരിക്കണം. വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം. ഹലോ ഹലോ. ലളിതമായ മത്സരമായിരുന്നെങ്കിലും അതിമനോഹരമായി നമ്മളെ ആനന്ദിപ്പിക്കാൻ ഈ ദമ്പതികൾക്ക് കഴിഞ്ഞു. ഈ മത്സരത്തിൽ ഇവരിൽ ആരാണ് വിജയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സുമംഗലി പൂജയിലെ 2ാം മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഗിരിയും മഞ്ജുവുമാണ്. മമ്മി, വേഷം കെട്ടി ഒരുങ്ങി ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അതെ, രാധയുടെയും കൃഷ്ണന്റെയും വേഷത്തിൽ അവർ ഗംഭീരമായിരുന്നു. വേഷം കെട്ടാനൊക്കെ ആർക്കും പറ്റും, പക്ഷെ കഴിവ് അങ്ങനെയൊന്നും ഉണ്ടാവുന്നല്ലോ. ആ, അത് കറക്റ്റ്. ആ, നമസ്കാരം. അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടിയ സൂചന അനുസരിച്ച് ദമ്പതിമാർക്കുള്ള നാളത്തെ മത്സരം പറയാം. അതിൽ പങ്കെടുക്കേണ്ടത് ദമ്പതിമാരിലെ പെൺകുട്ടികൾ മാത്രമാണ്. ഇവിടെ നിന്നും 6 കാതം ദൂരെ ഒരു കാടുണ്ട്. രാവിലെ ക്ഷേത്ര നടയിൽ നിന്ന് എല്ലാവരും ചേർന്ന് ആ കാടിന്റെ അതിർത്തിയിലേക്ക് പോകും. 1000 കണ്ണിയമ്മയുടെ കാൽച്ചുവടുകൾ പതിഞ്ഞ കാടാണിത്. മത്സരത്തിന് നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടികൾ 2 പേരും ആ കാടിനകത്തേക്ക് കയറി ദശപുഷ്പം തേടിയെടുത്ത് കൊണ്ടുവരണം. അതെന്താ സംഭവം? എനിക്കറിയില്ല. ആദ്യം ദശപുഷ്പവുമായി കാടിനകത്തു നിന്ന് ആര് തിരിച്ചു വരുന്നുവോ അവരായിരിക്കും വിജയി. അതോടുകൂടി സുമംഗലി പൂജയിലെ മത്സരങ്ങൾ അവസാനിക്കും. കലശാഭിഷേകത്തിനുള്ള ദമ്പതികളെ നാളത്തെ മത്സരത്തിൽ തിരഞ്ഞെടുത്തിരിക്കും. ഞാനും കൂടെ ഉള്ളൂ.